മോവാന 2 കണ്ടു. ഒരു സിമ്പിൾ ആൻഡ് ജനറിക് ആയിട്ടുള്ളൊരു സാധാരണ നോർമൽ ക്ലീഷേഡ് ഹോളിവുഡ് ആനിമേറ്റഡ് മൂവി. ആദ്യ പാർട്ടി കണ്ട അതേ സാധനങ്ങൾ തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് അടിച്ച് വരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു സുഖമില്ല എനിക്ക് കണ്ടപ്പോൾ. ഒരു കുറേ സമയത്ത് പാട്ട് പാടി ഉറക്കാണ് ഇതിൽ മ്യൂസിക് മൂവി ടച്ച് ഉള്ളത് കൊണ്ട്. പിന്നെയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഇതിൽ ആ ഒരു തേർഡ് ആക്റ്റാണ്. അതിലും ഭയങ്കര സോളോ ആയിട്ടുള്ളൊരു വില്ലനോ അങ്ങനത്തെ ഒന്നുമില്ലാതെ വെറുതെ പൈസ കിട്ടാൻ വേണ്ടി മാത്രം ഇറങ്ങുന്ന സാധനമില്ല. അങ്ങനത്തെ ആയിട്ട് പല സമയത്തും ഫീൽ ചെയ്തു. ഞാനത് കേട്ടിട്ട് ഇതുവരെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒരു ആനിമേറ്റഡ് സീരീസ് ആയിട്ട് അല്ലെങ്കിൽ എപ്പിസോഡ് വൈസ് സീരീസ് ആയിട്ട് പുറത്തിറങ്ങാനിരുന്നൊരു സാധനമാണ്. അതിനെ പിന്നെ റീഷഫിൾ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു സിനിമ രൂപത്തിലാക്കിയത്. സോ ഇങ്ങനെ ഒരു പടത്തിന് തന്നെ ആവശ്യമില്ല എന്ന രീതിയിലാണ് ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഒരു വേസ്റ്റ് ഓഫ് ടൈം എന്നല്ല, പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും ഇല്ല. അതിപ്പോൾ സാധാരണ ഈ രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇത്രയും പൈസ ചിലവാക്കിയിട്ടുള്ള ആനിമേറ്റഡ് മൂവീസ് വരുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിൽ ആ രീതിക്കുള്ള വലിയ സ്റ്റോറി ലൈനോ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒന്നുമില്ല. അതിൻ്റെ ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിലെല്ലാം പുതിയതാണ്. നമ്മൾ ആ ഒരു വേൾഡ് നമ്മളിതൊരു കണ്ടിട്ടില്ല, ഈ ക്യാരക്ടേഴ്സിനൊന്നും നമുക്ക് അറിയില്ല. സോ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടാവും. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡിഷൻ പുതിയതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ മറ്റ് സിനിമകളായ ഇപ്പോൾ കുറേ ഉണ്ട് ഇതുപോലെ സീക്വലുകൾ ഇറക്കിയിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ഇൻസൈഡ് ഔട്ട് 2 അടിപൊളി പടമാണ്. അല്ലെങ്കിൽ ക്രൂഡ്സിൻ്റെ സെക്കൻഡ് പാർട്ട് അടിപൊളി പടമാണ്. ഈ രീതിക്കുള്ള നല്ല നല്ല സീക്വലുകളും ആനിമേറ്റഡ് മൂവീസിന് പുറത്തിറങ്ങാറുണ്ട്. പക്ഷേ ഈ സീക്വൽ അത്ര വൃത്തിയായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ആൻഡ് ഈ സിനിമ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് ഫീൽ ചെയ്തു. ആദ്യ സിനിമ കുറച്ചും കൂടി മെച്ചുവേർഡായിട്ടുള്ള പല സമയത്തും തോന്നിയെങ്കിൽ ഇത് ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ പോലെയൊക്കെയാണ് തോന്നിയത് പല സമയത്തും. സോ അത്ര ഭയങ്കര ലേസി ആയിട്ട് എഴുതിയിട്ടുള്ള ഭയങ്കര ഒന്നുമില്ലാത്ത ഒരു സാധാരണ പടം ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.